ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. കാണുക, പരീക്ഷിക്കുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. മെയിൻ ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി അല്ലെങ്കിൽ മുളക് പൊടി ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത്, ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, റെഡ് ചില്ലി സോസ്, തൈര്, മിക്സ് ചെയ്യാനൊരു പാത്രം, വെളിച്ചെണ്ണ, പിന്നെ ചിക്കൻ. നമുക്ക് ചിക്കൻ കറി വെക്കാനും വറക്കാനും കൂടെയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ വറക്കാനുള്ള പീസ് നല്ലോണം ഇങ്ങനെ മുറിച്ച് വെക്കുക. അപ്പോൾ അതിനകത്തോട്ട് മസാലകൾ നല്ല രീതിയിൽ പിടിക്കും. കരളങ്ങനെ നമ്മൾ ആഴത്തിൽ മുറിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുറിച്ച് വിട്ടാൽ മതി. പിന്നെ പീസുകളൊക്കെ എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ടക്ക് ടക്ക് ടക്കേന്നങ്ങ് ഇടുക. ഇച്ചിരി കുറച്ച് ചെറിയ 2-3 പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് സൈഡായിട്ടൊന്ന് കടിച്ച് മുറിക്കാൻ. മെയിൻ നമ്മുടെ ലെഗ് പീസും കരളുമാണ്. അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നല്ല എരി വേണം, അതുകൊണ്ട് കുറച്ചധികം കുരുമുളക് പൊടി അങ്ങ് വിതറിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എന്തുകൊണ്ടും നമുക്ക് വയറ്റിന് നല്ലതാണ്, അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലിട്ടാൽ അത്രയും കൂടെ ടേസ്റ്റ് കിട്ടും. വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മളെ ഗരം മസാല ഇച്ചിരി മതി ഒരു ഫ്ലേവർ പോലെ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ മസാല. പിന്നെ നമ്മുടെ പാകത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഉപ്പ്. കട്ടത്തൈരും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പൗഡർ ഇടുന്ന സമയത്ത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നിടത്ത് അത് പറ്റിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസുകളാക്കി എടുത്ത് അതിൻ്റെ ആ വരഞ്ഞ് വെച്ചേക്കുന്ന ആ പോർഷനിലൊക്കെ ഈ മസാലകളൊക്കെ നല്ല രീതിയിൽ കുത്തി കയറ്റി വെക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ മീറ്റിൽ കംപ്ലീറ്റ്ലി നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. നല്ലോണം മിക്സായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ വറ്റൽമുളക് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തത് അതും കൂടി ഇടുവാണെങ്കിൽ നമുക്ക് കടിച്ച നല്ലൊരു ഫ്ലേവർ അതിനകത്തുനിന്ന് വരിക. അതും കൂടെ അങ്ങ് ഇടുക. എന്നിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തൊരു ബേസിക് പൗഡറാണ് കേട്ടോ. ആ പൗഡറിനകത്ത് കോൺഫ്ലവർ ഉണ്ട്, മൈദയുണ്ട്, അരിപ്പൊടിയുണ്ട്, ഉപ്പ്, മുളക് പൊടി, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചേക്കുന്ന ഈ ചിക്കൻ നല്ല രീതിയിൽ അതിനകത്ത് ഒന്ന് മിക്സ് ചെയ്ത്, ഇതാദ്യം ഞാൻ വാട്ടർ ഒഴിക്കാതെയാണ് മിക്സ് ചെയ്തേക്കുന്നത്, ഡയറക്റ്റ് പൊടിക്കകത്ത്. അങ്ങനെ ഒരു 2 പീസ് ഞാൻ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് അങ്ങ് ഇട്ടു. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വാട്ടർ മിക്സ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് നമ്മൾ ഈ ചിക്കൻ പീസ് ആ ഒരു പൊടിക്കകത്തോട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് ചെയ്ത്. അതും ഒരു രുചിയാണ്. പിന്നെ വാട്ടർ മിക്സ് ചെയ്തും ചെയ്യാം. ഞാൻ ആദ്യത്തെ ഒരു 2-3 പീസ് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ആ ഒരു പൗഡർ സെഗ്മെൻറ്റ് മാറ്റിയിട്ട് അതൊരു ക്രീമി സെഗ്മെൻ്റ് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ക്രീമി സെറ്റപ്പ്. ഈ ക്രീമി സെറ്റപ്പ് ആക്കാൻ നമ്മൾ ചൂടാക്കി തണുത്ത വെള്ളം കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ചിക്കൻ്റെ മുകളിൽ ഇതൊരു ലെയർ പോലെ അങ്ങ് കിടന്നോളും. നമ്മളിങ്ങനെ അകത്തൊരു ജ്യൂസി ചിക്കനും കിട്ടും, നമുക്ക് പുറത്ത് നല്ലൊരു ക്രിസ്പി ഒരു ലെയറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശകലം വെള്ളവും കൂടി മിക്സ് ചെയ്തത്. വെള്ളം മിക്സ് ചെയ്യാതെ ആദ്യം ആക്കിയത് അച്ഛന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെയായിരുന്നു, അച്ഛനങ്ങനെ ഭയങ്കര ക്രിസ്പിയൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് വെള്ളം മിക്സ് ചെയ്ത 2 പീസും വറുത്ത് ബാക്കിയുള്ള 4-5 പീസ് നല്ല ക്രിസ്പി ആയിട്ട് എനിക്കും അപ്പോൾ ആ മിക്സ് ചെയ്ത ചിക്കനും നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ തന്നെ ഇട്ട് നല്ല രീതിയിൽ 2 സൈഡും
നല്ല പക്കയായിട്ട് മൊരിച്ചെടുക്കുമ്പോഴാണ് ഒരു ക്രിസ്പിനെസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. തീ കുറച്ചിടുവാണെങ്കിൽ നമ്മുടെ ചിക്കൻ വേവുന്ന കാര്യത്തിൽ നമുക്കൊരു മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ചിക്കൻ നല്ല രീതിയിൽ വേവണമെങ്കിൽ, ജ്യൂസിയൊക്കെ മാറി നല്ല ഡ്രൈ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തീ കുറച്ചിട്ട് എണ്ണയിൽ ആ ചൂട് നിലനിർത്തിക്കൊണ്ട് വറക്കണം. അല്ല പുറം പെട്ടെന്ന് ക്രിസ്പിയായി അകം ജ്യൂസി ആവണമെങ്കിൽ തീ കൂട്ടിയിട്ട് എണ്ണ നല്ല ചൂടാക്കി വറക്കണം. പാവം അവസാനം ആ ചൂടെണ്ണ കിടന്ന് മൊരിഞ്ഞ് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങ് സാപ്പിടാം. മച്ചന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ മിഥുൻസ് വ്ളോഗ്സ്. താങ്ക് യു.